അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാണ് പ്രവർത്തന നിലയിൽ തന്നെ കൊണ്ട് നടക്കേണ്ടത്? അതിന് കുറച്ച് വ്യായാമം കൊടുക്കുക. ആഹാരം കൊണ്ട് മാറ്റിയെടുക്കാമോ എന്നുള്ളത് ശാസ്ത്രം ഇതുവരെ തെളിയിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷെ കീപ് യുവർ സെൽഫ് മെന്റലി ബിസി. മനസ്സിലായ? ഈ മറവി രോഗങ്ങൾക്ക് ഉള്ള മറവി രോഗം വരാതിരിക്കണം, വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും മറവി രോഗം വരാതിരിക്കാൻ ഒന്ന് ബി ആക്റ്റീവ് ഫിസിക്കലി. സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ വയോജനങ്ങൾക്ക് നല്ല എക്സസൈസ് ചെയ്യാനുള്ള ഏരിയ മാർക്ക് ഔട്ട് ചെയ്ത് പാർക്കും അതുപോലുള്ള കാര്യങ്ങളും ചെയ്യും. ബി ആക്റ്റീവ്. എപ്പോഴും വളരെ ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യണമെങ്കിൽ ഏത് വയസ്സായാലും 25-30 വയസ്സായാലും ആക്റ്റീവായിട്ടിരിക്കുക. അപ്പം ബ്രെയിനിനും അത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വ്യായാമം ചെയ്യുമ്പോൾ ബ്രെയിനിനുള്ളിൽ 2 കെമിക്കൽസ് ഉണ്ട്, എൻഡോർഫിൻ അല്ലെങ്കിൽ എൻകെഫലിൻ എന്ന് പറയുന്നത്. ഈ എൻഡോർഫിൻ എൻകെഫലിൻ എന്ന് പറയുന്നത് എൻഡോജിനസ് മോർഫിൻ ലൈക്ക് സബ്സ്റ്റൻസസ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മോർഫിനാണ്. അത് ഹിതകരമായ മോർഫിൻ, അതായത് മോർഫിൻ പോലെ ഇരിക്കും, പക്ഷെ മോർഫിന്റെ നെഗറ്റീവ് ഇഫക്ട്സ് ഒന്നുമില്ല, ഒരു ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള അതല്ല. ഇത് നമുക്ക് ഡിപ്രഷൻ മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെയുള്ളതെന്ന് പറയുന്നത് അതായത് തലച്ചോറിന് എപ്പോഴും എന്തെങ്കിലും ഒരു ചെയ്യാൻ കൊടുക്കുക. മനസ്സിലായി? ചുമ്മാ ഇരുന്ന് അതായത് സമയം കളയാതിരിക്കുക. അത് പസിൽസും സുഡക്കുവും ക്രോസ് വേർഡും പിന്നെ ബി വറി അബൌട്ട് അതർ തിങ്സ്. Worry about the nature, worry about these things, or talk to people, keep yourself socially connected. ഒരുപാട് നമുക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഒരുപാട് വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്തുന്നവർക്ക് മറവി രോഗം വരാനുള്ള സാധ്യത കുറവാണ്. സോ കീപ് യുവർ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഓൺ. സോ ബി ഫിസിക്കലി ആക്റ്റീവ്, വ്യായാമം ദിവസവും ചെയ്യുക. ബി മെന്റലി ആക്റ്റീവ്. കുറെ കാര്യങ്ങൾ പഠിക്കുക. അതായത് രാവിലെ പഠിച്ചിട്ട് ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്നും ഒരു പാരഗ്രാഫ് വായിക്കുക, അത് എഴുതുക, വൈകുന്നേരം അത് വീണ്ടും ഓർത്തെടുക്കുക. ഇതൊക്കെ മൈൻഡിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. മനസ്സിലായി? പിന്നെ റൈറ്റിംഗ്, ഇത് നമ്മൾ എഴുതുന്നത് വഴി ഒരുപാട് മനസ്സിനെ അതായത് ഇപ്പൊ എഴുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പേനയുടെ ആവശ്യമില്ല, എല്ലാം ടൈപ്പ് ചെയ്താണ് പോകുന്നത്. പക്ഷെ കൈ കൊണ്ട് എഴുതുന്നത് ബ്രെയിനിന് എന്തോ കാരണത്താൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് വഴി നമുക്കിത് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. എല്ലാം പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പ്രകൃതി നമുക്ക് മുന്നിലാണ്, അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് മുന്നിൽ